ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി ആലപ്പുഴ സൗത്തിലെ മഹിളാ മോർച്ച പ്രവർത്തകർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ, സന്തോഷ് കുമാർ എന്നിവരെ തടഞ്ഞു നിർത്തി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് കൈമാറുകയായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ ചെയ്തത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ ചെയ്തത്. അതായത് ഈ ക്രമക്കേടിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ റോഡിൽ തടഞ്ഞു നിർത്തി രാജിവെപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സംഭവമാണ് ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. ആലപ്പുഴ മാവേലിക്കരയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. മാവേലിക്കര മേഖലയിൽപ്പെട്ട പ്രദേശത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അതായത് ചെറിയനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. അവിടുത്തെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും അവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധം ഭയന്ന് അവർ ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. അവിടെ വന്നത് അജികുമാർ എന്ന ദേവസ്വം ബോർഡ് മെമ്പറും സന്തോഷ് കുമാറുമായിരുന്നു. അവരെ തടഞ്ഞു നിർത്തിയാണ് ഇത്തരത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള മഹിളാ മോർച്ചയുടെ കത്ത് അവർക്ക് കൈമാറിയത്. വളരെ വേറിട്ട ഒരു പ്രതിഷേധവുമായാണ് മഹിളാ മോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയത്. അവർ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡിലെ ഇപ്പോൾ നടക്കുന്ന ഈ അഴിമതിയും ഇതും സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം. അതിലുപരി അവിടെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് കൈമാറണം എന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വളരെ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ നിന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവനും അടക്കമുള്ളവർ ഈ പ്രതിഷേധം ഭയന്ന് ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ അവിടെ എത്തിയ 2 ദേവസ്വം ബോർഡ് മെമ്പർമാരെയും തടഞ്ഞു നിർത്തി ഈ കത്ത് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് സന്നാഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെ മറികടന്നുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ അവർക്കരികിലേക്ക് എത്തുകയും അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ കത്ത് കൈമാറുകയും ചെയ്ത് കൊണ്ടാണ് പ്രതിഷേധിച്ചത്. അതിനുശേഷം ഈ സംഭവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരിച്ചുകൊണ്ടുള്ള അവരുടെ വിശദീകരണങ്ങളും ഉണ്ടായി. ആ രീതിയിൽ വളരെ വ്യത്യസ്തമായ സമര പരിപാടിയിലൂടെ ഈ വിശ്വാസികളുടെ അവരുടെ പ്രതീക്ഷകൾ അത് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള വളരെ ശക്തമായ ഒരു സമരം തന്നെയാണ് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ മോർച്ച ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. നീലിമ. ശരി, സുധീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.